സൈഫുദ്ദീൻ ജീവപര്യന്തവും 50,000 രൂപ ആ പിഴയുമാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. നേരത്തെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നത് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു. എന്നാൽ ആവശ്യം കോടതി ഇപ്പോൾ അംഗീകരിച്ചിട്ടില്ല. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ അഭിഭാഷകൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടതും ഇക്കാര്യമായിരുന്നു. വധശിക്ഷ ഒഴിവാക്കി തരണം, പ്രതിക്ക് ജയിലിൽ പോകണമെങ്കിൽ ജയിലിൽ പോകാം, അതല്ലാതെ വധശിക്ഷ എന്ന കാര്യം കോടതി വിധിക്കരുത് എന്ന് നിരന്തരം പ്രതിയും അതോടൊപ്പം തന്നെ പ്രതിയുടെ അഭിഭാഷകനും കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കിയ ഒരു കേസിലാണ് വിചാരണ കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഇപ്പോൾ വിധി പുറത്തു വന്നിരിക്കുന്നത്. അപൂർവമായ ഒരു കേസാണ് ഇതെന്നായിരുന്നു പ്രോസിക്യൂഷൻ നിരന്തരമായി കോടതിയിൽ വാദിച്ചിരുന്നത്. എന്നാൽ അതല്ലെന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപൂർവമായ കേസല്ലെന്ന് കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഒരു പ്രതികരണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പ്രതി സഞ്ജയ് റോയ് അത്തരം ഒരു അപൂർവമായ കേസല്ല എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. അതുകൊണ്ട് ജീവപര്യന്ത തടവും 50,000 രൂപ പിഴയും ചുമത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുട്ടിയുടെ കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കളുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്. കോടതിയിൽ തങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട്, പ്രതിക്ക് വലിയ രീതിയിലുള്ള ശിക്ഷ ലഭിക്കുമെന്നൊരു ആത്മവിശ്വാസം നേരത്തെ പോലെ അല്പസമയം മുമ്പ് വരെ പെൺകുട്ടിയുടെ കുടുംബം വെച്ചു പുലർത്തിയിരുന്നു. കാരണം വധശിക്ഷ എന്നുള്ളൊരു ആവശ്യം ആദ്യം മുതൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ബംഗാൾ സർക്കാരും ഈ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയിരുന്നില്ല. കാരണം ഇത്തരത്തിൽ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നുള്ള ആവശ്യത്തിൽ ബംഗാൾ സർക്കാരും ഒപ്പം പ്രോസിക്യൂഷനും ഒപ്പം കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബവും നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ കേസിൽ വിധി പ്രസ്താവിക്കുന്ന സമയത്ത് അത്തരം പരാമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഒന്നെങ്കിൽ ജീവപര്യന്ത ശിക്ഷ ലഭിക്കും, അതല്ലെങ്കിൽ ഈ പറയുന്ന വധശിക്ഷയായിരിക്കും ഉണ്ടാവുക എന്ന് കോടതി പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ശിക്ഷാവിധി പറയാനായിട്ട് കോടതി ഈ കേസ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും പ്രോസിക്യൂഷൻ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ സർക്കാർ പ്രതീക്ഷിച്ച കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബം പ്രതീക്ഷിച്ച ഒരു വിധി കോടതിയിൽ നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്തായാലും കുടുംബം ഒരുപക്ഷെ മേൽക്കോടതി ഉൾപ്പെടെ പ്രോസിക്യൂഷൻ അന്വേഷണ സംഘം മേൽക്കോടതി ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കും. അത് എന്തായാലും സമീപിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഒപ്പം